ചരിത്രപരമായ നരകം എന്നാണ് അമേരിക്കയുടെ കരയാക്രമണത്തെ നേരിടാൻ ഇറാൻ നടത്തുന്ന ഒരുക്കങ്ങളെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അന്ത്യയുദ്ധത്തിലാണ്, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായി പോരാടും, തിരിച്ചടിക്കും. അമേരിക്കക്കും ഇസ്രയേലിനും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേദനകൾ തന്നെ ഞങ്ങൾ സമ്മാനിക്കുമെന്ന ഡ്രൈ ഡേ നിശ്ചയത്തിലാണ് ഇറാൻ ഇപ്പോഴുള്ളത്. അമേരിക്ക കരയാക്രമണത്തിനായി 3000 സൈനികരെയും പശ്ചിമേഷ്യയിലേക്ക് മാത്രമായി 10,000-ൽ പരം സൈനികരെയും നിയോഗിക്കുന്നു എന്ന തയ്യാറെടുപ്പ് വാർത്തകൾക്ക് പിന്നാലെയാണ് ഇറാൻ അവരുടെ സൈനിക ബലം വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നത്. IRGC, ബസീജ് എന്നീ സൈനിക ട്രൂപ്പുകളിലേക്ക് സ്വയം സന്നദ്ധരായി ആയിരങ്ങൾ കടന്നു വരികയാണ് എന്നും ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ തന്നെ പുറത്തുവിട്ട ദൃശ്യത്തിൽ തോക്കേന്തിയ ആയിരക്കണക്കിന് വനിതകളുടെ ദൃശ്യം, അവർ മിലിറ്ററി അല്ല മറിച്ച് വീട്ടമ്മമാരാണ് ഇത്തരത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇറാൻ മുന്നോട്ട് വെച്ച വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈനിക വിപുലീകരണത്തിൻ്റെ ഭാഗമായി 10 ലക്ഷം സൈനികരെ കൂടി പുതുതായി തയ്യാറാക്കി ഇറാൻ നിർത്തുന്നു എന്നാണ് ഇറാനിൽ നിന്നുള്ള വാർത്താ ഏജൻസികളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസീജിൻ്റെയും IRGCയുടെയും പട്ടാളത്തിൻ്റെയും റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രങ്ങളിൽ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നിരവധി ഇറാനിയൻ യുവാക്കൾ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നിട്ടിറങ്ങുകയാണ് എന്നും ഇറാൻ്റെ മണ്ണിൽ അമേരിക്കക്കാർക്ക് ചരിത്രപരമായ നരകം സൃഷ്ടിക്കുവാനുള്ള ആവേശം ഇറാനിലെ പോരാളികൾക്കുണ്ട് എന്നുമാണ് വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ മണ്ണിൽ ഇറങ്ങുന്ന സമയം മുതൽ ഇറാൻ ഉദ്ദേശിച്ച നരകം അമേരിക്കക്ക് സാധ്യമാകും എന്നാണ് ഇറാൻ ദൃഢനിശ്ചയം എടുക്കുന്നത്. കാരണം മരിക്കാൻ ഉദ്ദേശിച്ചാണ് ഓരോ ഇറാനികളും യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നത് എന്നാണ് ഇറാൻ്റെ അവകാശം. മുൻപ് ആയത്തുള്ള അലി ഖമേനിയുടെ മുൻപിൽ ഒരു കുട്ടി വന്ന് പറയുന്നുണ്ട്, എനിക്ക് പട്ടാളത്തിൽ ചേരണം, ഷഹീദാവണം എന്നൊക്കെ. അതിന് ആയത്തുള്ള ഖമേനി ആ കുട്ടിയോട് പറയുന്നത്, നീ ആദ്യം നന്നായിട്ട് പഠിച്ച് ജോലിയൊക്കെ വാങ്ങൂ, എന്നിട്ടാകാം പട്ടാളവും യുദ്ധവും എന്നൊക്കെയായിരുന്നു അതിനുള്ള മറുപടി. ഈ സംഭവം സൂചിപ്പിക്കുന്നത് ഇറാനിലെ ഓരോ കുഞ്ഞും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു എന്നാണ്. അവർ അമേരിക്കയുമായിട്ടുള്ള യുദ്ധമൊക്കെ വർഷങ്ങൾക്ക് മുൻപേ കണ്ടതാണ്. ഏതെങ്കിലും ഒരു കാലത്ത് അമേരിക്ക തങ്ങളെ ആക്രമിക്കുമെന്നും അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ സൈനികരായി മാറണം എന്നുമൊക്കെയാണ് അവിടെയുള്ള ഓരോ കുഞ്ഞിനെയും പഠിപ്പിക്കുന്നത്. എന്നോട് ഇറാനിലൂടെ സഞ്ചരിച്ച ഒരാൾ പറഞ്ഞത്, പല വീടുകളിലും തലയിണക്കടിയിൽ തോക്ക് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഇറാനികൾ പോലും ഉണ്ട് എന്നാണ്. അത്തരത്തിൽ അവർ ഈ യുദ്ധത്തിനായി തയ്യാറെടുത്തിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത്തരം തയ്യാറെടുപ്പിലേക്ക് ആവശ്യമായ തീവ്ര ദേശീയതയും ശത്രുവിനോടുള്ള പ്രതികാര മനോഭാവവും ഇറാനിലെ ഓരോ സാധാരണക്കാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രു ഇറാനിൽ കാല് കുത്തുന്ന സമയം മുതൽ തന്നെ അനന്തരഫലം അവർക്ക് അനുഭവിക്കേണ്ടി വരും. മാത്രവുമല്ല ഇറാൻ്റെ പ്രകൃതിപരമായ ആനുകൂല്യങ്ങളും ഇറാന് തുണയാകും. ചെങ്കുത്തായ പർവ്വത നിരകളും പുഴകളും മരുഭൂമികളും ആറും കാറ്റും പൊടിമണ്ണും യുദ്ധത്തിനായി എത്തുന്ന വിദേശികൾക്ക് ഇവയൊക്കെ വലിയ വെല്ലുവിളികളും ആയിത്തീരും. എന്നാൽ ഇറാനികൾക്ക് ഇവയൊക്കെ അനുകൂല സാഹചര്യവുമാക്കാൻ കഴിയും. അതിലേക്കാണ് പട്ടാളത്തിന് പുറമെ സാധാരണക്കാരായ ആളുകളും തോക്കേന്തി രംഗത്തിറങ്ങാൻ പോകുന്നത്. ഇത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ശവപ്പറമ്പാവാനേ കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് കരയാക്രമണത്തിൽ സൈന്യം ഏർപ്പെടരുത് എന്ന് സൈനിക ഇൻ്റലിജൻസ് ഉൾപ്പെടെ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും ഇറാനികൾ രണ്ടും കൽപ്പിച്ച് തയ്യാറെടുക്കുമ്പോൾ അമേരിക്കക്ക് ഇറാൻ ഒരു ബാലികേറ മലയാകുമെന്ന കാര്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കാൻ കഴിയുക. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് 10 വർഷം, ഇപ്പോഴും കാത്തിരിപ്പ് തന്നെ. ഇനി വേണ്ട കാത്തിരിപ്പ്. കണക്ക് ചോദിക്കാൻ സമയമായി. കേരളം ജയിക്കും, UDF നയിക്കും.